ഹലോ സുഹൃത്തുക്കളെ, ജ്യോതിഷ് ബ്ലോഗറാണ്. ഇന്ന് നമുക്ക് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്ക് സ്പോട്ടിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ചിക്ക് സ്പോട്ടിൽ ഇവിടെ പുതിയ റെസ്റ്റോറൻറ്റ് വരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ സീലിങ്ങിലായിട്ട് ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്. 1 ലിറ്ററിൻ്റെ പെയിൻ്റാണ്. ഇതാണ് മുന്തിരി കളറ്. വുഡ് ആൻഡ് മെറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് തടിയിലും മെറ്റലിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെയിൻ്റാണ്. എന്തായാലും കുറച്ച് ഞാൻ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് പകർത്തി അടുത്ത നമ്മൾ ടിന്നറാണ് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോണത്. ഒരു 50 ml മതി. 50 ml ഇത് ലൂസാവും. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു ഇടത്തരത്തിൽ നിന്നാലേ നമ്മൾ ഈ ബ്രഷ് വെച്ച് അടിക്കാനും പറ്റത്തുള്ളൂ, പിന്നെ അത് കയ്യിൽ ഒലിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്യുവാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തു. 2 ടൈപ്പ് ബ്രഷുണ്ട്. ഒന്ന് പോയിൻ്റ് ബ്രഷും പിന്നെ അല്ലാതെ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു ബ്രഷുമാണ്. നമുക്ക് എന്തായാലും പോയിൻ്റ് ബ്രഷ് വെച്ച് നമുക്ക് അങ്ങോട്ട് അടിച്ചു തുടങ്ങാം. നമ്മൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെയാണ് അടിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് വിശപ്പായി. ഞാനും പിന്നെ നമ്മളവിടുത്തെ വെൽഡർ ചേട്ടനും ഷാനിക്കയും പിടി ചേർന്ന് ഞങ്ങൾ കണ്ണനല്ലൂർ ജംഗ്ഷനിലൊരു കടയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. പൊറോട്ട എങ്ങനെയുണ്ട്? പൊറോട്ട എങ്ങനെയുണ്ട് പറ. സൂപ്പർ മോനെ പൊറോട്ട. കറിയ ഇങ്ങനത്തെ ഒരു കടയിൽ ഞാൻ ആദ്യമായിട്ടാണ്. കറി എങ്ങനെയുണ്ടെന്ന് പറ. കറി സാമ്പാറാണ്. സാമ്പാറിൽ വെള്ളം കറി കൊള്ളാവോ? അത് മാത്രമേ കേട്ടാൽ മതി. കറി കൊള്ളാവോ? കറി കൊള്ളാം. ഇവിടെ ഒഴിച്ചാൽ എവിടെ ഒഴിച്ചാൽ അല്ല, നീ മേശയുടെ അങ്ങേ മൂലക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങേ മൂലക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല. ഗ്രേവിയാണെങ്കിൽ അതിലും ഗ്രേവി തളം കെട്ടി കിടക്കുക. ഓക്കെ, പൊറോട്ടൊക്കെയാണ് ഒരു പ്ലേറ്റ് ബീഫ് ഇടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. യൂട്യൂബിൽ സബ്സ്ക്രൈബ്. ടാറ്റ.